2018 MG എന്ന മാനുഫാക്ചർ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അവർ ആദ്യമായിട്ട് ഇറക്കിയത് ഹെക്ടർ എന്ന മോഡലായിരുന്നു. ജനങ്ങൾ ഇരു കൈനീട്ടിയാണ് ഹെക്ടറിനെ സ്വീകരിച്ചത്. ഇപ്പോൾ ഏകദേശം 18 മാസങ്ങൾക്ക് ശേഷം ഹെക്ടറിൻ്റെ ഫേസ്ലിഫ്റ്റ് മോഡൽ പുറത്തിറക്കുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഹെക്ടർ ഫേസ്ലിഫ്റ്റ് മോഡൽ എന്തൊക്കെ മാറ്റങ്ങൾ പഴയ മോഡലിലെ സെയിം ഡിസൈനിൽ തന്നെയാണ് പുതിയ മോഡൽ നിലനിർത്തിയിട്ടുള്ളത്. പക്ഷേ എക്സ്റ്റീരിയൽ വളരെ കുറച്ച് മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. പ്രധാന മാറ്റം വരുന്നത് ഫ്രണ്ടിലെ ഗ്രില്ല് തന്നെയാണ്. ഈ ഗ്രില്ല് നമുക്ക് നോക്കിയറിയാം, മെഴ്സിഡീസിൻ്റെ എ ക്ലാസ്, CLA തുടങ്ങിയ മോഡലുകൾ ഒരു ഇൻസ്പയർഡ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വേറൊരു വകഭേദമാണ് നമ്മുടെ MGയുടെ ZSലും ഉള്ളത്. ഇവിടെ നോക്കിയെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു ഡോട്ട് പോലൊരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാന മാറ്റം ഫ്രണ്ടിൽ വന്നിട്ടുള്ള പുതിയൊരു സ്കിഡ് പ്ലേറ്റ് നൽകിയിട്ടുണ്ട്. സോ ഈ രണ്ട് മാറ്റങ്ങൾ കൂടി വരുമ്പോൾ തന്നെ പുതിയൊരു ഫ്രഷ് ഫേസ് ആണ് നമുക്ക് ഹെക്ടറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഹെക്ടറിന് എന്നും ഒരു പോരാമയായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്ന ചെറിയ വീൽസ് ആയിരുന്നു എന്നാണ്. കാരണം നേരത്തെയുള്ള മോഡലിൽ വരുന്ന 17 ഇഞ്ച് വീൽസ് ആയിരുന്നു. ആ ഒരു പോരായ്മ MG ഇപ്പോൾ പുതിയ മോഡലിൽ മാറ്റിയിരിക്കുകയാണ്. കാരണം പുതിയ മോഡൽ വരുന്ന 18 ഇഞ്ച് 5 സ്പോക്ക് അലോയ് വീൽസ് ആണ് വരുന്നത്. നേരത്തെ ഡിസൈനിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി ഒരു സ്പോട്ട് ചെയ്ത് കുറച്ചുകൂടി നമ്മുടെ വാഹനത്തിന് ചേരുന്ന രീതിക്കുള്ള ഡിസൈനാണ് MG നൽകിയിട്ടുള്ളത്. ഹെക്ടറിലും ഹെക്ടർ പ്ലസിലും 18 ഇഞ്ച് വീൽസാണ് നൽകിയിട്ടുള്ളത്. വേറെ സൈഡിലേക്ക് യാതൊരു മാറ്റവും MG വരുത്തിയിട്ടില്ല. റിയറിലേക്ക് വരുമ്പോൾ രണ്ട് പ്രധാന മാറ്റങ്ങളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ഈ സെൻറ്ററിൽ വരുന്ന ഒരു ബ്ലാക്ക് സ്ട്രിപ്പാണ്. നേരത്തെ ഇവിടെ ഫുൾ ഒരു റെഡ് ഒരു റിഫ്ലക്ടറാണ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് സ്ട്രിപ്പിൻ്റെ താഴെ ചെറിയൊരു ക്രോം ലൈനിങ്ങിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന പുതിയൊരു സ്കിഡ് പ്ലേറ്റും MG ഹെക്ടർ നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ പുതിയൊരു ബ്ലൂ കളറുകളെയും MG പുതിയ ഹെക്ടർ ഫേസ്ലിഫ്റ്റിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ MG ഹെക്ടർ ഫേസ്ലിഫ്റ്റിൻ്റെ ഇന്റീരിയറിലാണ്. ഇന്റീരിയറിൽ വന്ന ഏറ്റവും പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ തന്നെ ഈ കളർ കോമ്പിനേഷനാണ്. നേരത്തെ ഫുൾ ബ്ലാക്ക് ആയിരുന്നു വരുന്നത്, ആ സെയിം ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട്. ഇതിനോടൊപ്പം വന്നിരിക്കുന്ന ബേജ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ കുറച്ചുകൂടി ഒരു എയറി ഫീൽ ക്യാബിനിൽ വരുത്താൻ സഹായിച്ചിട്ടുണ്ട്. കാരണം കുറച്ചുകൂടി ബ്രൈറ്റ് ആയി, കാരണം ഓപ്പോൾസറി എല്ലാം ഇതായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നിട്ടുള്ളത്. അതുകൂടാതെ പുതിയ രണ്ട് ഫീച്ചേഴ്സ് MG ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒരു വയർലെസ് ചാർജിങ് ആണ്, രണ്ടാമത് വന്നിരിക്കുന്നത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. കാരണം നമ്മുടെ ഒരു ക്ലൈമറ്റ് കണ്ടീഷനിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഫീച്ചറാണ്. ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത്, കൂടാതെ ഇപ്പോൾ ഹിന്ദി പ്ലസ് ഇംഗ്ലീഷ് കമാൻഡ്സും നമുക്ക് പറ്റുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു ഫീച്ചർ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു മോഡലിൽ വരുന്നത്. ആക്ച്വലി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇത്രയും ഫേമസ് ആക്കിയത് തന്നെ MG ആണ്. കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് എല്ലാം ആദ്യമേ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് MGയിലായിരുന്നു. ഇവൻ ദോ ഹ്യുണ്ടായി വെന്യൂവിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ MG ഹെക്ടറിലായിരുന്നു വന്നിരുന്നത്. ഇതാണ് MG ഹെക്ടറിൽ വന്നിരുന്ന പ്രധാന മാറ്റങ്ങൾ. വേറെ ഡിസൈനിലോ കാര്യങ്ങളിലോ ഒന്നും മാറ്റം വന്നിട്ടില്ല. ഇത് നമുക്ക് എഞ്ചിൻ ലൈൻ MG ഹെക്ടറിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഓഫർ ചെയ്യുന്നത്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനും 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ്റെ പവർ വരുന്നത് 170 HP-യും പെട്രോൾ എഞ്ചിൻ്റെ പവർ വരുന്നത് 145 HP ആണ് വരുന്നത്. പുതിയ MG ഹെക്ടറിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 44,000 രൂപയാണ് പഴയ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വരുന്നത്. ഇത് MG ഹെക്ടർ ഫേസ്ലിഫ്റ്റിൻ്റെ ജസ്റ്റ് ഫസ്റ്റ് ലുക്ക് മാത്രമാണ്. കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് ഉടനെ തന്നെ നമ്മുടെ പൈലറ്റ് റിവ്യൂസിൽ വരുന്നതായിരിക്കും. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.